ഹിരോഷിമ, നാഗസാക്കി എന്നീ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത്? ആൻസർ ഹിരോഷിമ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? ആൻസർ രണ്ടാം ലോക മഹായുദ്ധം. ഹിരോഷിമയിൽ ആദ്യമായി അണുബോംബ് വർഷിച്ച രാജ്യം ഏത്? ആൻസർ അമേരിക്ക. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? ആൻസർ 1945 ഓഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? ആൻസർ 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ജപ്പാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ആൻസർ ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേരെന്ത്? ആൻസർ ഫാറ്റ് മാൻ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്ര? ആൻസർ 4400 കിലോഗ്രാം. ഫാറ്റ് മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്ര? ആൻസർ 4670 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം എത്ര? ആൻസർ 3 മീറ്റർ. ഫാറ്റ് മാൻ എന്ന അണുബോംബിന്റെ നീളം എത്ര? ആൻസർ 3.3 മീറ്റർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്? ആൻസർ എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ആൻസർ പോൾ ഡബ്ല്യു ഡിബറ്റ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്? ആൻസർ ബോസ്കർ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ആൻസർ ക്യാപ്റ്റൻ മേജർ സ്വീനി. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഹാരി എസ് ട്രൂമാൻ. ഏത് തുറമുഖത്തെ ആക്രമിച്ചതിനെ തുടർന്നാണ് ജപ്പാനിൽ ആണവായുധം ഉപയോഗിച്ചത്? ആൻസർ പേൾ ഹാർബർ തുറമുഖം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? ആൻസർ അമേരിക്ക. ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ആൻസർ യുറേനിയം 235. ഫാറ്റ് മാൻ എന്ന അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത്? ആൻസർ പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ B-29. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു? ആൻസർ എഐഒ ബ്രിഡ്ജ്. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആര്? ആൻസർ സഡാക്കോ സസക്കി. സഡാക്കോ സസക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്? ആൻസർ ലോകസമാധാനം.
ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു? ആൻസർ ട്രിനിറ്റി. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യനാണ്. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനത്തിൻ്റെ പേരെന്ത്? ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ പേരും ആൻസറും അറിയിക്കുക. ഫസ്റ്റ് കമൻ്റ് ഇടുന്ന ആളെ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.